ഹലോ നമസ്കാരമുണ്ട്. ഇന്നലെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വൈറ്റില കുണ്ടന്നൂർ പാലത്തിൽ കൂടെ ഒരു ചെറിയൊരു റൈഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ള കുറച്ച് വീഡിയോസാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ക്രൗൺ പ്ലാസയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എവിടെ നിന്ന് വന്നതെന്ന് വെച്ചിട്ട് നമ്മുടെ ന്യൂക്ലിയസ് മോളില്ലേ, കുണ്ടന്നൂരിൻ്റെ അടുത്തുള്ള ന്യൂക്ലിയസ് മോളിൻ്റെ ആ ഭാഗത്തു നിന്ന് നേരെ കുണ്ടന്നൂർ ജംഗ്ഷൻ വന്നിട്ട് ലെഫ്റ്റ് എടുത്ത് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്കൊരു യൂ ടേൺ കിട്ടും. അപ്പോൾ യൂ ടേൺ എടുത്ത് തിരിച്ച് വന്നിട്ട് വേണം നമ്മൾ കുണ്ടന്നൂർ പാലത്തോട്ട് കയറാൻ. ഓക്കെ, ശരിക്കും ഈ രണ്ട് ഫ്ലൈ ഓവറും വളരെ നല്ലൊരു ആശ്വാസം തന്നെയാണ് കൊച്ചിക്കാർക്ക്. ആക്ച്വലി ഇത് വൈറ്റിലയും കുണ്ടന്നൂരും ഈ പാലം വരുന്നതിന് മുമ്പ് വരയ്ക്കും ഭയങ്കര ബ്ലോക്കായിരുന്നു. പ്രത്യേകിച്ച് പീക്ക് അവേഴ്സിലൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മൾ മിനിമം ഒരു മുക്കാൽ മണിക്കൂർ നേരം നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ട് വേണം നമ്മൾ ഓഫീസിലൊക്കെ ചെല്ലാൻ. ഓക്കെ, അപ്പോൾ ഡെയിലി ഈ വഴി കൂടെ ഓഫീസിലേക്ക് പോകുന്നവരടുത്ത് ചോദിച്ചാൽ അറിയാം കറക്റ്റ് ഇവിടുത്തെ എന്താ ബുദ്ധിമുട്ട് എന്നുള്ളത്. ഈ പാലം വരുന്നത് വരയ്ക്കും. ഇന്നലെയാണ് ഈ പാലം ഉദ്ഘാടനം ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇന്നലെ ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് പാലം ഓപ്പൺ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്, എങ്ങനെയാണ് സംഭവം, നല്ല അടിപൊളി പാലമാണെന്നൊക്കെ. നമുക്ക് ആ പാലത്തിൽ കൂടെ ഒന്ന് ആദ്യമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാനും ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞല്ലേ, അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച അവധിയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പാലമൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ വെച്ചിട്ട് ഈ വഴി തന്നെ വന്നത്. അല്ലാതെ ഈ വഴി നമുക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. എങ്കിലും പാലത്തിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ വഴി കൂടെ വന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ യൂ ടേൺ എടുക്കേണ്ട റോഡ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ യൂ ടേൺ എടുക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോയാൽ നമ്മുടെ കുണ്ടന്നൂർ പാലം നമുക്ക് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കയറി ഇറങ്ങാം. ടുവേർഡ്സ് നമ്മൾ വൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് രണ്ട് പാലം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കുണ്ടന്നൂർ പാലം ഏകദേശം 2018 മാർച്ചിലാണിത് നിർമ്മാണം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആക്ച്വലി ഇന്നിപ്പോൾ ഞായറാഴ്ച കൊണ്ടാണ് വണ്ടികളൊക്കെ ഒന്ന് കുറവ്. അല്ലെങ്കിൽ നമ്മുടെ വീക്ക് ഡേയ്സ് ആണെങ്കിൽ നല്ലോണം ഇഷ്ടംപോലെ വണ്ടികളുണ്ടാവും ഈ വഴി കൂടെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ആക്ച്വലി അവിടെ നിന്ന് അങ്ങനെ യൂ ടേൺ എടുത്തിട്ട് അങ്ങനെ വന്ന് നേരെ നമ്മൾ കുണ്ടന്നൂർ പാലത്തോട്ട് കയറാറായി. ഈ പാലം നിർമ്മിക്കാൻ ഏകദേശം അവർ പറഞ്ഞ എസ്റ്റിമേറ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ 8.9 കോടിയോളം രൂപ ആക്ച്വലി നിർമ്മാണ ചെലവിൽ നിന്ന് നമ്മൾ ലാഭിച്ചു എന്നാണ് കണക്കുകളൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മളങ്ങനെ കുണ്ടന്നൂർ പാലത്തിലോട്ട് കയറാൻ പോവുകയാണ്. ഈ പാലത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഏകദേശം 450 മീറ്റർ നീളമാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ അപ്രോച്ച് റോഡുകൾ, രണ്ട് സൈഡിലുള്ള അപ്രോച്ച് റോഡുകൾ ഏകദേശം 281 മീറ്ററാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് അപ്രോച്ച് റോഡും പാലത്തിൻ്റെയും കൂടെ എല്ലാം കൂടെ ഉള്ള ചേർത്ത് കുണ്ടന്നൂർ പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 731 മീറ്ററാണ്. ഓക്കെ, ഇത് കണ്ടില്ല, നല്ലോണം പെയിൻ്റൊക്കെ അടിച്ച് നല്ല സൂപ്പർ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. പാലമൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. റോഡൊക്കെ നല്ല സ്മൂത്താണ്, എവിടെയും കുഴികളൊന്നുമില്ല. നല്ല ഉദ്ഘാടനം കഴിഞ്ഞുള്ളൂ, എങ്കിലും കുറച്ച് നല്ല നിലവാരമുള്ള റോഡും ടാറിങ്ങൊക്കെയാണ് തോന്നുന്നു. ഇത് അങ്ങനെ നമ്മുടെ കുണ്ടന്നൂർ പാലം ഫ്ലൈ ഓവർ കയറി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാലം വന്നതുകൊണ്ട് നമ്മൾ കുണ്ടന്നൂർ ജംഗ്ഷൻ നമ്മൾ അറിഞ്ഞ പോലുമില്ല. കറക്റ്റായിട്ട് നമ്മൾ എന്താ പറയുക, എത്രയും പെട്ടെന്ന് നമ്മൾ മിനിമം ഒരു എന്താ പറയുക, വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ കുണ്ടന്നൂർ ജംഗ്ഷൻ നമ്മൾ ക്രോസ് ചെയ്ത് വൈറ്റില ഭാഗത്തേക്ക് നമ്മൾ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ നമ്മൾ പോകുന്ന രണ്ട് സൈഡിലും അടിപൊളി നല്ല പോഷ് കാറുകളുടെ ഷോറൂമും ബൈക്കുകളുടെ ഷോറൂമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇത് ഇപ്പോൾ നമ്മുടെ പോഷയുടെ ഷോറൂം കഴിഞ്ഞ ലെഫ്റ്റ് സൈഡിൽ, ഇത് മെഴ്സിഡസ് ബെൻസിൻ്റെ റൈറ്റ് സൈഡിൽ ഷോറൂമുണ്ട്. പിന്നെ നമ്മളിത് റമീസ് റെസ്റ്റോറൻറ്റ് വന്നിട്ട് റൈറ്റ് സൈഡിൽ കണ്ടോ, റമീസ് അല്ലേ, അതെ. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ അവീസ് വ്ളോഗിൽ കണ്ടായിരുന്നു. അവൻ ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ആ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവീസ് വ്ളോഗിൽ ഞാൻ ആ റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു. സൈഡിലൊരു ഹോണ്ടയുടെ ഷോറൂം ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല തോന്നുന്നു. തൊട്ടിപ്പോൾ BMW ഷോറൂം നമ്മൾ കണ്ടു. റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ അങ്ങോട്ട് ക്യാമറ
തിരിച്ചില്ല, ആ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഗ്ലോബൽ ടയേഴ്സ്. ഞാൻ എൻ്റെ പണ്ട് I10 ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഞാൻ ടയർ മാറ്റിയിട്ടുണ്ടായിരുന്നു, ഈ ഗ്ലോബൽ ടയേഴ്സ് എന്നുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ തൈക്കുടം ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വൈറ്റ്ല മേൽപ്പാലം, അതായത് വൈറ്റ്ല ഫ്ലൈ ഓവറായി. വൈറ്റ്ല ഫ്ലൈ ഓവർ ഏകദേശം എസ്റ്റിമേറ്റ് എമൗണ്ടിൽ നിന്നിട്ട് ഏകദേശം 6.73 കോടി രൂപ ലാഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ വൈറ്റ്ല ഫ്ലൈ ഓവറിൻ്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് 440 മീറ്റർ നീളമുണ്ട് പാലത്തിന്. പിന്നെ അപ്രോച്ച് റോഡ്, ആലപ്പുഴ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡ് ഏകദേശം 150 മീറ്ററും, ആലുവ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന് ഏകദേശം 120 മീറ്ററാണ് നീളമുള്ളത്. അപ്പോൾ 2 അപ്രോച്ച് റോഡും പിന്നെ വൈറ്റ്ല ഫ്ലൈ ഓവറുടെ പാലത്തിൻ്റെ മീറ്ററും കൂടെ ചേരുമ്പോൾ നമുക്ക് ഏകദേശം 720 മീറ്റർ വരും നീളം. ഓക്കെ, ഇത് ലെഫ്റ്റ് സൈഡിൽ ലാൻഡ് ക്രൂസർ പോകുന്നുണ്ട്. ലാൻഡ് ക്രൂസർ അല്ലേ? അതെ. ഇത് അങ്ങനെ വൈറ്റ്ല ഫ്ലൈ ഓവർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മളിങ്ങനെ പാലത്തിൽ കൂടെ കയറുന്നുണ്ട്. ഇത് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? പാലമൊക്കെ അടിപൊളിയാണ്. നമ്മുടെ കുണ്ടന്നൂർ പാലം പോലെ തന്നെ ഇതൊക്കെ നല്ലോണം പെയിൻ്റൊക്കെ അടിച്ച് സോപ്പൊക്കെ ഇട്ട് റെഡിയാക്കി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ആ നേരെ കാണുന്നതാണ് നമ്മുടെ കൊച്ചി മെട്രോൻ്റെ ബ്രിഡ്ജ്, ഓവർ ബ്രിഡ്ജ്. ഓക്കെ, നമ്മുടെ വൈറ്റ്ല ഫ്ലൈ ഓവറിൻ്റെ മേലെ കൂടെ ഈ റെയിൽവേ, അതായത് മെട്രോ റെയിലിൻ്റെ ഓവർ ബ്രിഡ്ജ് പോകുന്നുണ്ട്. ഇച്ചിരി ഒന്ന് ഡിലേ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ആക്ച്വലി ഈ ബ്രിഡ്ജ് പാസ് ചെയ്ത ഉടനെ തന്നെ ഒരു മെട്രോ ട്രെയിൻ അങ്ങോട്ട് പാസ് ചെയ്തായിരുന്നു. കുറച്ച് ഡിലേ ആണെങ്കിൽ ആ ഫ്രെയിമിൽ നമുക്ക് കറക്റ്റ് ആ മെട്രോ ട്രെയിനും കൂടെ കിട്ടിയേനെ. ഓക്കെ, ജസ്റ്റ് മിസ് ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മളിതിപ്പോൾ ഗോൾഡ് സൂക്ക് ഭാഗത്തോട്ട് നമ്മളങ്ങനെ വൈറ്റ്ല ഫ്ലൈ ഓവർ ഇറങ്ങിയിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ തിരക്ക് കുറവാണ് റോഡിലൊക്കെ. ഞായറാഴ്ച ആയതുകൊണ്ട് വളരെ തിരക്ക് കുറവാണ്. ഓക്കെ, കഴിഞ്ഞ കൊല്ലം ഏകദേശം ഇതേ സമയത്ത് January 11 തോന്നുന്നു നമ്മുടെ മരടിലെ 2 ഫ്ലാറ്റുകൾ പൊളിച്ച് എന്താ പറയുക സെക്കൻഡുകൾക്കുള്ളിൽ നിലംപൊത്തി വീണത്. ഓക്കെ, ഏകദേശം ഇതേ സമയത്തിനായിരിക്കാം. ഓക്കെ, അതും കൂടെ ഒന്ന് ജസ്റ്റ് ഓർമ്മ വന്നു ഈ വഴി കൂടെ പോകുമ്പോൾ. കുറേ ആൾക്കാരുടെ കഷ്ടപ്പാടുകളും എന്താ പറയുക ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറേ പേര് ഫ്ലാറ്റ് വാങ്ങിച്ചതൊക്കെയാണ്. ആ ഒറ്റ സെക്കൻഡ് കൊണ്ട് എന്താ പറയുക കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അത് മൊത്തം തകർന്ന് തരിപ്പണായി പോയത്. ഓക്കെ, വൈറ്റ്ല റെയിൽവേ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് എന്താണെന്നറിയില്ല, ഇവിടെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഒരു സ്പീഡ് ബ്രേക്ക് പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ 2 ജോയിൻസിൻ്റെ നടുക്ക് എപ്പോഴും ഭയങ്കര വണ്ടികളൊക്കെ ഭയങ്കരമായിട്ട് ചാടുന്നുണ്ട്. ഓക്കെ, ഭയങ്കര പതുക്കെ നമുക്ക് ആ ഭാഗത്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉള്ളത്. ഓക്കെ, നേരെ കാണുന്നതാണ് ഗോൾഡ് സൂക്ക്. ഓക്കെ, ഗോൾഡ് സൂക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KFCയും ജിക്കിങ്ങും അങ്ങനെ കുറച്ച് ഷോപ്സ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നത്. പുറത്തധികം വണ്ടികളൊന്നും കണ്ടില്ല. വേണമെങ്കിൽ അകത്ത് പാർക്കിംഗ് ഉണ്ടാവും, ഉള്ളിൽ അപ്പറിൽ പാർക്ക് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. പിന്നെ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ചവിട്ടി പൊട്ടിച്ചേക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.